ഞങ്ങൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് വന്നതേനു. പിന്നെ അന്നേരം ഇവിടെ പുഴയും പാലവും നല്ല കാറ്റും നല്ല സുഖമുണ്ടില്ല അമ്മു. അമ്മു നല്ലോണം ഇഷ്ടപ്പെട്ടു. അമ്മു പറഞ്ഞ ഒന്നും ഇവിടെ നിർത്തച്ച ഒന്ന് വീഡിയോ എല്ലാം എടുക്കുക. നിങ്ങൾ എന്ത് സുഖം. അവിടെ ഉണ്ടമ്മോ ഒരു തോണി. നല്ല രസമുള്ളൊരു സീനറി. തെങ്ങും നല്ല നല്ല തെങ്ങും ഫോണ് വീണുപോകുന്ന അറിയുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ. നല്ല കണ്ടൽക്കാട് ഇതെല്ലാം വളർന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. കണ്ടൽക്കാട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷ പാലത്തിൻ്റെ അടുത്ത് നിർത്തിയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രേട്ടൻ അങ്ങോട്ട് പോയി. അമ്മ ഇങ്ങനെ നല്ല അടിപൊളിയല്ലേ? തോണിക്കാര്യം പുതിയ നമ്മൂനി വെള്ളവും പുഴയും നല്ല എന്ത് സുഖാ. ഞാന് ഒരു ദിവസം ഞാന് തോണിക്കായിരിക്കും എങ്ങനെ ശ്രീജനൊരു ഇതുപോലെ ജെട്ടിന്നൊരിക്കുമ്പോ തോണിക്കായിരിക്കും ഞാനും റണീഷയും നല്ലോണം ഇഷ്ടായിക്കില്ലേ? അന്ന് നല്ല കുറച്ച് സമയം നിൽക്കണമെന്നുണ്ട് ചന്ദ്രേട്ടന്. പിന്നെ ചന്ദ്രേട്ടന് സമയം പോന്ന് വേറെ ആരെല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 5:30 ചന്ദ്രേട്ടൻ ആരോ ഓട്ടം പോകാൻ വിളിച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് ബീച്ചിലെല്ലാം പോകാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ സമയമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങനെ കൊക്കെല്ലാം നിൽക്കുന്നൊക്കെ കൊക്ക് പരന്ത് എന്തൊരു കാഴ്ച അതിന്. കണ്ടൽക്കാട് ഇതവിടെയെല്ലാം ഉണ്ട് വളരുന്നു. ഇതവിടെയെല്ലാം കണ്ടൽക്കാട് വളരുന്നുണ്ട്. നല്ല രസമുണ്ടാവും. ഇവിടെ തന്നെ ഇവിടെ നല്ല കണ്ടൽക്കാട് ഓക്ക് അവള് പോണ്ടെന്ന് പറഞ്ഞു. എന്നോട് അച്ഛൻ പോട്ടേന്ന് നമ്മള് അച്ഛൻ പോട്ടേന്ന്. തോണി ഇല്ലാലോ മോളെ. അതെല്ലാം ഇങ്ങനെ നിർത്തി കിട്ടിയാ അല്ലാണ്ട് കാര്യം പിന്നെ അങ്ങ് നിർത്തിയിട്ടുണ്ട്. വാഹനം പോകുന്നുണ്ട്. ഇതൊരു സുഖം. ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചായപ്പീടിയുണ്ട് അല്ലേ? കുറച്ച് പെട്ടിപ്പീടിയുണ്ട്. നല്ല സുഖമാണ് വൈകുന്നേരം എല്ലാം ഇങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിലെല്ലാം വന്നാൽ. ഒരു സുന്ദരി കുട്ടിയതാ പോകുന്നത്. ഒക്കെ നാണായിപ്പോയി. വൈകുന്നേരം പാലത്തിൻ്റെ മുകളിൽ മീനിനെ പിടിക്കാനും പിടിക്കുക ചൂണ്ടയിലിട്ടിട്ട് ആൾക്കാർ ഒരുപാടുണ്ടാവും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു 5 മണിയെല്ലാം അപ്പോൾ അവർക്കെല്ലാം കുടിക്കുകയെല്ലാം നല്ല സുഖം. അവിടെ തട്ടുകട ഉണ്ട്. അത് ആയിട്ടില്ലാന്ന് തോന്നുന്നു. തുറന്നിട്ടില്ല അല്ലേ? തുറന്നിട്ട് എന്ത് കാര്യം? ചന്ദ്രേട്ടൻ ഞങ്ങൾക്ക് അതൊന്നും വാങ്ങി തരൂല. ഞങ്ങളോട് അറിയാം അന്നും തിന്നറ് വേറെ എൻ്റെ അനിയൻ്റെ ഉള്ളോടെയെല്ലാം പോയെങ്കിൽ എല്ലാം കിട്ടും. നല്ല രസമല്ലേ അല്ലേ? പാലത്തിൻ്റെ അടുത്ത് പുഴേൻ്റെ അടുത്തെല്ലാം നിന്ന് ഒരു ചായയെല്ലാം കുടിച്ചൊരു കടിയെല്ലാം കൂട്ടി അല്ലേ? അടിപൊളിയല്ലേ? നല്ല രസം ഉണ്ടാവില്ലേ? അത് ഒരു കാക്ക ഉണ്ട് പാലത്തിൻ്റെ നമ്മളെ നോക്കി നിൽക്കുന്നത്. എന്നെ എടുക്കുമെന്ന് പറഞ്ഞിട്ടാ കാക്ക. ഞാൻ എടുത്തിനേ ഫോട്ടോ കേട്ടോ. കാക്ക വിചാരിക്കണ്ട എന്നെ എന്താ ഫോട്ടോ എടുക്കാത്തതെന്ന്. പറക്കാണ്ട് നിൽക്കുന്ന ഇവിടെ ഇനി പറഞ്ഞാളിയാ. ഇവിടെ കുറച്ച് വെയിലുണ്ട്. അയാൾ പുഴയിൽ നോക്കി വെയിലും കൊണ്ടിങ്ങനെ നിൽക്കുന്നതാന്ന് തോന്നും. പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ എന്നെ എടുത്തോ നല്ല നോക്ക്. നല്ല സ്റ്റൈലിൽ അതന്നെ ചിറകെല്ലാം കുടഞ്ഞ് നല്ല അസലായിട്ട് കാണിച്ചു തന്നു. ഓഹോ അയാൾ പറന്നുപോയി. എന്തായാലും നല്ല അടിപൊളിയാണ്. പോരി ഓട്ടോക്കാരിക്കും ഇരുന്ന് രണ്ടാളും ഓട്ടോ വരുന്നുണ്ട്. ഇങ്ങേപ്പുറം നല്ല സീനറി. ഇങ്ങേപ്പുറം കുറച്ചും കൂടി അങ്ങോട്ടെത്തിയാൽ കടപ്പുറായി. ഇങ്ങേപ്പുറം ഞാൻ റോഡിന് ഇപ്പുറം കടന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ കടപ്പുറം എത്താനായി കേട്ടോ. തോണിയുണ്ട് നിർത്തിയിട്ടേക്ക്. കണ്ടൽക്കാട് ഇവിടെയുണ്ട്. കണ്ടൽക്കാട് നല്ല അടിപൊളിയായിട്ട്. ഇവിടെ
ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഇതെല്ലാം. എന്നാൽ ശരി, അവർ പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കാണാൻ അമ്മൂന് ഭയങ്കര ഇഷ്ടം. പക്ഷേ ചന്ദ്രേട്ടന് ഓട്ടം വിളിച്ചുകൊണ്ട് സമയമില്ല. അതുകൊണ്ട് ഇയാൾ തോണിയെല്ലാം ഉണ്ട് കാണുന്നു. ഇതിപ്പോൾ ഒരു പുതിയ റോഡാന്ന് തോന്നുന്നു. ഇതാ നാണു MLA വകയുള്ള ഒരു റോഡാന്ന് തോന്നുന്നത്. ചെറിയൊരു തോണി കാണുന്നുണ്ട് ഇവിടെ. ചെറിയൊരു തോണി കെട്ടിയിട്ടിട്ടുണ്ട്. അത് മത്സ്യത്തിന്. ഓഹോ, അതിൻ്റെ മുകളിലൊരു കൊച്ചി ഇരിക്കുന്നുണ്ട്. കുറച്ചും കൂടി സമയം വേണേനു. കണ്ടൽക്കാടിതാ നല്ലോണം വളരടോ കേട്ടോ. ഇത് ഭംഗിയായിരിക്കും നിറയെ ഉണ്ടായാൽ. എന്നാൽ ശരി, വീണ്ടും കാണാം. ചന്ദ്രേട്ടൻ വിളിക്കുന്നുണ്ടേ. വീണ്ടും കാണാം.